വിപണിയിലെ പെട്ടെന്നുള്ള തകർച്ചകളും വലിയ ചാച്ചാട്ടങ്ങളും കണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമോ എന്ന് എപ്പോഴെങ്കിലും ഭയം തോന്നാറുണ്ടോ? ആഗോള സാമ്പത്തിക മാറ്റങ്ങളും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും എണ്ണവില വർധനവുമൊക്കെ കാരണം മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാം. ഇത്തരം വിപണി തകർച്ചകളിലും അനിശ്ചിതത്വങ്ങളിലും നിങ്ങളുടെ മൂലധനം സുരക്ഷിതമായി നിർത്തിക്കൊണ്ട് ബാങ്ക് FDയേക്കാൾ ഉയർന്ന പലിശ, അതായത് 10% വരെ ഫിക്സഡ് ഇൻകം തരുന്ന മികച്ച ബോണ്ട് നിക്ഷേപങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അടുത്തിടെ നടന്ന യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തങ്ങളുടെ പലിശ നിരക്കായ റീപ്പോ റേറ്റ് 5.25% തന്നെ നിലനിർത്തുകയാണ് ചെയ്തത്. ഭാവിയിൽ പലിശ നിരക്കുകൾ കുറയാൻ സാധ്യതയുള്ളതിനാൽ ഇപ്പോൾ ലഭ്യമായ ഉയർന്ന പലിശ നിരക്കുകളിൽ 2 മുതൽ 5 വർഷത്തേക്ക് പണം ലോക്ക് ചെയ്യുന്നത് ദീർഘകാലത്തേക്ക് മികച്ച സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ സഹായിക്കും. നിലവിൽ ബാങ്ക് FDകൾ 6.5% മുതൽ 7.5% വരെ പലിശ നൽകുമ്പോൾ ഏതൊക്കെ ബോണ്ടുകളാണ് നമുക്ക് 10% വരെ ആദായം തരുന്നതെന്ന് പരിശോധിക്കാം. ഒന്നാമതായി, കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും ഗ്യാരണ്ടിയുള്ള ട്രഷറി ബില്ലുകളും ഗവൺമെന്റ് ബോണ്ടുകളും. പൂർണ്ണമായും റിസ്ക് ഇല്ലാതെ 7%-നടുത്ത് സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് RBI റിപ്പോ ഡയറക്റ്റ് ആപ്പ് വഴി ഇതിൽ നേരിട്ട് നിക്ഷേപിക്കാം. രണ്ടാമതായി, സാമ്പത്തിക അടിത്തറ ശക്തമായ പ്രമുഖ കമ്പനികളുടെ കോർപ്പറേറ്റ് ബോണ്ടുകളും NCDകളും. L&T ടാറ്റ, ബജാജ് ഫിനാൻസ് പോലുള്ള വൻകിട കമ്പനികൾ AAA റേറ്റിംഗ് ഉള്ള ബോണ്ടുകൾ 8%-ലധികം പലിശ നൽകുമ്പോൾ AA റേറ്റിംഗ് ഉള്ള മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം പോലുള്ള വിശ്വസനീയമായ കമ്പനികളുടെ സെക്യൂർഡ് ബോണ്ടുകൾ 9.25% മുതൽ 10% വരെ ആദായം നൽകുന്നുണ്ട്. മൂന്നാമതായി, റിയൽ എസ്റ്റേറ്റ് വിൽപ്പനയിലൂടെയോ മറ്റോ വലിയ തുക ലഭിച്ചവർക്ക് നികുതി ഇളവ് നേടാനായി ഉപയോഗിക്കാവുന്ന 45EC ടാക്സ് ഫ്രീ ബോണ്ടുകൾ. NHAI, REC, IRFC തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഇത്തരം ബോണ്ടുകൾ മൂലധന ലാഭനികുതി പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കും. എന്നാൽ ബോണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 10% പലിശ തരുന്നു എന്ന് കണ്ട് അന്ധമായി പണം നിക്ഷേപിക്കരുത്. കമ്പനികളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എപ്പോഴും പരിശോധിക്കണം. AAA റേറ്റിംഗ് ഉള്ളവ ഏറ്റവും സുരക്ഷിതവും AA അല്ലെങ്കിൽ A കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ ചെറിയ രീതിയിൽ റിസ്ക് കൂടുന്നവയുമാണ്. കൂടാതെ ബോണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിങ്ങളുടെ ആദായ നികുതി സ്ലാബ് അനുസരിച്ചാണ് ടാക്സ് ചെയ്യപ്പെടുക. അതിനാൽ 30% ടാക്സ് സ്ലാബിലുള്ള ഒരാൾക്ക് 10% പലിശ ലഭിച്ചാൽ ടാക്സ് കഴിഞ്ഞുള്ള യഥാർത്ഥ ആദായം ഏകദേശം 7% ആയിരിക്കും എന്ന കാര്യവും ഓർക്കണം. അതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ഒരൊറ്റ ബോണ്ടിലിടാതെ ഒരു ഭാഗം 100% സുരക്ഷിതമായ ഗവൺമെന്റ് ബോണ്ടുകളിലും മറുഭാഗം നല്ല റേറ്റിംഗ് ഉള്ള കോർപ്പറേറ്റ് ബോണ്ടുകളിലും വീതിച്ച് നിക്ഷേപിക്കുന്നതായിരിക്കും എപ്പോഴും ബുദ്ധി. സെറോദ കോയിൻ, വിൻവെൽത്ത്, ഗോൾഡ്മൻ പൈ പോലുള്ള അംഗീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ബാങ്ക് FD ഇടുന്ന അത്രയും എളുപ്പത്തിൽ ഇപ്പോൾ ബോണ്ടുകളിൽ നിക്ഷേപിക്കാം. ഓഹരി വിപണിയിലെ തകർച്ചയിലും റിസ്ക് ഇല്ലാതെ സ്ഥിര വരുമാനം നേടാനുള്ള കൂടുതൽ നിക്ഷേപ മാർഗങ്ങൾക്കായി ET മലയാളം ചാനലിന്റെ പുതിയ ബോണ്ട്സ് ആൻഡ് ഫിക്സഡ് ഇൻകം പ്ലേലിസ്റ്റ് കാണുക. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.